ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 8-ാം അധ്യായം. അപ്പോൾ നമ്മൾ ഇന്നലെ 41-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ അന്തര്യാമിയായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള ജഗതീശ്വരനാണ് നരനാരായണന്മാരെന്ന് പറഞ്ഞ ശേഷം, അപ്പോൾ നരനാരായണന്മാർ ഇങ്ങനെ പറയല്ലേ, ഞങ്ങൾ ധർമ്മദേവൻ്റെ മക്കളല്ലേ, ഞങ്ങളെങ്ങനെയാണ് പ്രാണനെയും പ്രേരിപ്പിക്കണം, അന്തര്യാമിയാവണേ, ആത്മാവാവണേ എന്നുള്ള അതിനെ അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വേണ്ട. അതിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മാർക്കണ്ഡേയൻ പറഞ്ഞു നിർത്തിയതാ. ഭഗവാനെ, നരനാരായണന്മാരായിട്ടുള്ള ഒന്നേക്കണം അങ്ങയുടെ ഈ 2 സ്വരൂപവും ഈ 3 ലോകത്തുള്ളവർക്കും ക്ഷേമവും ആധ്യാത്മികാദി താപത്തിൻ്റെ ശമനവും മോക്ഷവും സാധിപ്പിക്കാനുള്ള അവതാരങ്ങളാണ്. നിന്തിരുപടി ആരും ഒന്നുമല്ല, മത്സ്യകൂർമാദികളായിട്ടുള്ള അവതാരമൂർത്തികളെ അങ്ങ് സ്വയം സ്വീകരിച്ചില്ലേ, അതുപോലെ ഈ അവതാരവും അങ്ങ് സ്വീകരിച്ചേക്കണു. ലോകരക്ഷ മാത്രമല്ല നിന്തിരുപടി ചെയ്യുക, ഈ കാണപ്പെടുന്ന സകലത്തിനെയും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് നിന്തിരുപടി തന്നെയാണ്. എട്ടുകാലിയെ ആ ജീവി തന്നീന്നുണ്ടായ മൃദുവായിട്ടുള്ളൊരു ജാതി നൂല് ജനിപ്പിക്കുകയും അതുകൊണ്ട് വലയുണ്ടാക്കി അതിൽ തന്നെ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ സ്വയം ഗ്രസിക്കുകയും ചെയ്യും പോലെ നിന്തിരുപടി അന്യരുടെ ആരുടെയും സഹായം കൂടാണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും അന്തര്യാമിയായിട്ട് അതിൽ വസിക്കുകയും ഒടുവിൽ അങ്ങേൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യണു. അതുകൊണ്ട് നിന്തിരുപടി സർവേശ്വരൻ തന്നെയാണ്. തസ്യാവിദു സ്ഥിരാചാരേശി ദൂരംഘ്രിമൂലം യസ്ഥം ന കർമ്മഗുണകാലരജ സ്പൃശന്തി യദ്വൈ സ്തുവന്തി നിനമന്തി യജന്ത്യഭീക്ഷ്ണം ധ്യായന്തി വേദഹൃദയാ മുനയസ്തദാ പ്രിയൈ. അവിദുരക്ഷിതാവായിട്ടും ചരേശിതു സ്ഥാവരജംഗമങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നതിനുമായിട്ടിരിക്കുന്നത് തസ്യ തവ അങ്ങയുടെ അംഘ്രിമൂലം തൃപാദമൂലത്തെ അഹംഭയാമി ഞാൻ ഭജിക്കണു. യത്സ്ഥം യാതൊന്നിലിരിക്കണോനെ കർമ്മ ഗുണകാലരജ കർമ്മവും ഗുണവും കാലവും നിമിത്തമുണ്ടാവണ മാലിന്യം ന സ്പൃശന്തി സ്പർശിക്കില്ല. വേദഹൃദയ മുനയ വേദങ്ങളെ ഹൃദയത്തിൽ ധരിച്ചേക്കണ മുനിമാരി യാതൊന്നിനെ തന്നെ സ്തുതിക്കണു. നിനമന്തി നിതരാം നമിക്കണു. യജന്തി യജിക്കണു. തഥാപ്രിയായി അതിൻ്റെ പ്രാപ്തിക്കായിക്കൊണ്ട് അഭീക്ഷണം ധ്യായന്തി നിരന്തരം ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ മുകളിൽ പറഞ്ഞ സംഗതിയിലെ സർവ്വലോകപാലകനും സ്ഥാവരജംഗമങ്ങളുടെ നിയന്ത്രണവും കയ്യിലിരിക്കണ നിന്തിരുവടിയുടെ തൃപ്പാദമൂലത്തെ തന്നെ ഞാൻ ഭജിക്കണമെന്ന് ഭഗവാനോട് പറയുകയാണ്. അതിൽ നിന്ന് ലഭിക്കണ ഫലം എന്താ വെച്ചാൽ, ഭഗവാനെ നിന്തിരുവടിയുടെ തൃപ്പാദമൂലത്തെ ഭജിക്കണവൻ ആ തൃപ്പാദപത്മത്തെ മാത്രമല്ലാണ്ട് മറ്റൊന്നിനെയും സ്മരിക്കുക പോലും ചെയ്യില്ല, അശേഷം ഭാവിക്കില്ല. അതുകൊണ്ടെന്താ, അവൻ്റെ വാസസ്ഥാനായ ആ തൃപ്പാദപത്മമായിട്ട് ഭവിക്കണു. ആ തൃപ്പാദപത്മത്തിലിരിക്കണവരെ കർമ്മങ്ങളോ ഗുണമോ കാലഗതിയോ ഇതൊക്കെ മൂലം ഉണ്ടാവണ യാതൊരു ദോഷവും ആധ്യാത്മികാദി താപത്രയങ്ങളും സ്പർശിക്കുക പോലും ചെയ്യില്ല അല്ലേ ഭഗവാനെ. അതുകൊണ്ടല്ലേ അങ്ങയുടെ ആജ്ഞകളായിട്ടുള്ള വേദങ്ങളുടെ സാരത്തെ ഹൃദയത്തിൽ സർവ്വതാ ധരിച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർ ആ തൃപ്പാദപത്മത്തോട് സായുജ്യം കാംക്ഷിച്ച് അതിനെ തന്നെ സ്തുതിച്ച് അതിനെ തന്നെ നിരന്തരം ആരാധിക്കണേ. അതിനെ തന്നെയല്ലേ അവർ നിത്യവും നമസ്കരിക്കണേ. അതിനെ തന്നെ നിരന്തരം ധ്യാനിക്കുകയും ചെയ്യണു. നാന്യം തവാഘ്രിപനയാദപവർഗമൂർത്തി ക്ഷേമം ജനസ്യ പരിദോഭിയ ഈശവിത്മാ ബിഭിത്യലമധൂദിപരാർദ്ധധിക്ഷ്ണ്യ കാലസ്യ തേ കിമുദ തത്കൃതഭൗതികാനാം നാന്യം തവാഘ്രിപനയാദപവർഗമൂർത്തേ ക്ഷേമം ജനസ്യ പരിദോഭിയ ഈശവിത്മാ ബ്രഹ്മാഭിഭിത്യലമധൂദിപരാർദ്ധധിക്ഷ്ണ്യ
കാലസ്യ തേ കിമുത തത്കൃതഭൗതികാനാം പരിതോഭ്യ ജനസ്യ എല്ലാ ഭാഗത്തും ഭയത്തോടുകൂടിയ ജനത്തിന് അപവർഗമൂർത്തേ തവ മോക്ഷസ്വരൂപനായിട്ടുള്ള അങ്ങയുടെ അംഘ്രിപനയാ പാദാരവിന്ദ പ്രാപ്തി എന്ന് അന്യം ക്ഷമന്യായിട്ടുള്ള ക്ഷേമത്തെ ഹേ ഈശ്വര വിത്മ ഞങ്ങൾ അറിയണില്ല. ദിവരാർദ്ധധിഷ്ണ്യ ദിവരാർദ്ധം നിലനിൽക്കുന്ന സ്ഥാനത്തോടുകൂടിയ ബ്രഹ്മാവ് കാലസ്യതേ കാലസ്വരൂപനായിട്ടുള്ള അങ്ങേന്ന് അലംബിഭേദി ഏറ്റവും ഭയപ്പെടുന്നു. തത്കൃത ഭൗതികാനാം കിമുത അവനാൽ നിർമ്മിക്കപ്പെട്ട ഭൗതികങ്ങളുടെ കഥ പിന്നെ പറയണമെന്ന് പറയാം. അപ്പോൾ നമ്മളെയൊക്കെ സൃഷ്ടിച്ചാരാ? ബ്രഹ്മാവ് അല്ലേ? ആ ബ്രഹ്മാവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഥ എങ്ങനെയാണെന്ന് പറയാം. ജഗദീശ്വര, സകല ലോകങ്ങളിലും നാശമുണ്ടെന്ന് അറിവുള്ള ആ ഭയത്തോടു കൂടിയ ജനങ്ങൾക്ക് ഒരു കാലത്തും നശിക്കാത്ത നിന്തിരുവടിയുടെ തൃപ്പാദ പത്മത്തെ പ്രാപിച്ചാൽ മാത്രമല്ലാണ്ട് ഭയരഹിതമായിട്ടുള്ള ഒരു ക്ഷേമം ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയണില്ല, ഞങ്ങൾക്കറിയില്ല. ഭയരഹിതമായിട്ടുള്ള ഒരു ക്ഷേമം അങ്ങയുടെ തൃപ്പാദപത്മത്തെ പ്രാപിച്ചാൽ മാത്രമല്ലാണ്ട് വേറൊരു സ്ഥാനത്തും ആ ക്ഷേമം ഉണ്ടെന്ന് ഞങ്ങൾക്കറിവില്ല. സമസ്ത ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ സ്ഥാനവും ദിവരാർദ്ധകാലം കഴിയുമ്പോൾ നശിക്കില്ലേ? അതുകൊണ്ട് നിന്തിരുവടിയുടെ ആ പുരിക ചലനരൂപമായിട്ടുള്ള കാലത്തിൽ നിന്നുള്ള ഭയം ബ്രഹ്മാവിനും കൂടിയുണ്ട്. അങ്ങനെയിരിക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള പ്രാണികൾക്കും ആ ഭയം ഇല്ല എന്ന് പറയണോ? ഭയം ഉണ്ടെന്ന് പറയാ. ബ്രഹ്മാവിന് ഭയമാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കും ഭയമുണ്ടല്ലോ. തത്വേ ഭജാത്യമൃതാധിയ തത്വേ ഭജാമൃതാധിയ തവ പാദമൂലം ഛദിയാത്മഗുരുപരസ്യാം ദേഹാദ്യപാർത്ഥമദസന്ധ്യമാഭിജ്ഞമാത്രം വിന്ദേതേ തർഹി സർവമനീഷിതാർത്ഥം തത്വേ ഭജാമൃതധിയ തവ പാദമൂലം ഹിത്വേദമാത്മഛദി ആത്മഗുരുപരസ്യാം ദേഹാദ്യപാർത്ഥമസദന്ധ്യ അഭിജ്ഞമാത്രം വിന്ദേതേ തർഹി സർവം അനീഷിതാർത്ഥം തത്. അതുകൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്നതും അപാർത്ഥം നിഷ്ഫലവും അസത്തുച്ഛവും അഭിജ്ഞമാത്രം അറിവിന്ന് അന്യല്ലാത്തതും അന്ത്യം നാശമുള്ളതായിട്ടുള്ള ഇഹം ദേഹാദിഹിത്വ ഉപേക്ഷിച്ചിട്ട് ആത്മാവായിട്ടുള്ള ജീവനെ നിയന്ത്രിക്കണവനും പരസ്യ കാര്യകാരണ സംഘാതത്തിൽ നിന്ന് വേറിട്ടിരിക്കണവനും മൃതധിയ സത്യസങ്കല്പത്തോടു കൂടിയവനായിട്ടുള്ള തവപാദമൂലം അങ്ങയുടെ തൃപ്പാദപത്മത്തെ ഭജാമി ഞാൻ ഭജിക്കുന്നു. തർഹി എന്നാൽ തേ നിന്തിരുവടിയിൽ നിന്ന് തന്നെ സർവമനീഷിതാർത്ഥാഗ്രഹിക്കുന്ന കാര്യം സർവവും ഇന്ത്യേത പ്രാപിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനെ മറക്കണവും നിഷ്ഫലവും തുച്ഛവും സങ്കല്പം കൊണ്ടാണ് ഉള്ളതുപോലെ തോന്നണതും എന്താണ്? നശ്വരായിട്ടുള്ള ശരീരവും അദ്ദേഹമാണ് ഞാനുള്ള ഭാവവും അദ്ദേഹത്തെ പരിപോഷിപ്പിക്കാനും അദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെ നിരന്തരം ചിന്തിച്ച് അതിനെപ്പറ്റി അതിൻ്റെ ഭജനവും ഒക്കെ ദേഹമായിട്ട് ബന്ധപ്പെട്ട സർവ്വചിന്തയെ ഉപേക്ഷിച്ച് സർവാത്മന കൃഷ്ണ നിന്തിരുവടിയെ ഭജിക്കുന്നവരെ സർവസന്താപത്തിൽ നിന്നും സംരക്ഷിക്കണ സത്യപ്രതിജ്ഞയോടുകൂടിയവനും ജീവൻ്റെ നിയന്ത്രിക്കണവനും കാര്യകാരണ സംഘാതമായിട്ടുള്ള ദേഹഭാവത്തിൽ നിന്ന് വേറിട്ടിരിക്കണവനുമായിട്ടുള്ള നിന്തിരുവടിയുടെ തൃപ്പാദപത്മത്തെ നിന്തിരുവടിയുടെ തൃപ്പാദമൂലത്തെ ഞാൻ ഭജിക്കുന്നു. ആ ഭജനം കൊണ്ട് മോക്ഷം മാത്രമല്ല സിദ്ധിക്കുക, കാമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലാഭത്തിന് അന്യദേവനെ ഭജിക്കണമെന്നുള്ള ശങ്ക എനിക്കില്ല. അങ്ങയുടെ തൃപ്പാദപത്മത്തെ ഭജിക്കണവൻ എന്തൊന്നിനെ ആഗ്രഹിക്കണോ സർവവും അവൻ അങ്ങേ തന്നെ ലഭിക്കും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം
നിരുടെ ചെയ്ത പ്രതിജ്ഞയ്ക്ക് ഹാനി ഒരു കാലത്തും വരില്ല. അതുകൊണ്ട് സർവാത്മന അങ്ങയുടെ പാദസരോജത്തെ ഞാൻ ഭജിക്കുന്നു. സത്വം രജസ്തമൈദീശ തവാത്മബന്ധു മായാമയ സ്ഥിതിലയോദയ ഹേതവുസ്യാലീലാധൃത യദപി സത്വമയീ പ്രശാന്തി മന്യേ നൃണം വ്യസനമോഹഭിയശ്ച യഭ്യം ഈശ്വര ആത്മബന്ധു തവ അങ്ങയുടെ മായാമയമായാൽ കൽപ്പിതങ്ങളായിട്ടുള്ള സത്വം രജസ്തമ ഇതി മൂർത്തയ സത്വരജ തമോ മൂർത്തികൾ അസ്യ ഈ ലോകത്തിൻ്റെ സ്ഥിതിലയോദയ ഹേതവരക്ഷാലയം ഉത്ഭവം ഇതിനൊക്കെ മൂലക്കാരനായിട്ട് ലീലാധൃതായതപി ലീലയായി ധരിക്കപ്പെട്ടു അന്യെങ്കിലും നൃണാം പ്രശാന്തി മനുഷ്യർക്ക് ശാന്തിക്കായിട്ട് സത്വമായി സത്വപ്രധാനമായിട്ടുള്ള മൂർത്തി തന്നെ ഭവിക്കുന്നു. അന്യല്ല അഭ്യം യാതൊന്നു വ്യസനമോഹ ഭിയ ച ഭവന്തി വ്യസനം മോഹം ഭീതി ഇതൊക്കെ ഭവിക്കുന്നു. ബ്രഹ്മാവ് രുദ്രൻ ഈ മൂർത്തികളും എൻ്റെ സ്വരൂപം തന്നെയല്ലേ. ആ രണ്ടിനേക്കാൾ എന്നെ മാത്രം അധികം ആദരിക്കാൻ എന്താ കാരണം എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായാൽ അതിന് സമാധാനം പറയാണ് ആര് ഭഗവാൻ മാർക്കണ്ഡേയൻ. സംസാരബന്ധത്തിൽ നിന്ന് ജീവന്മാരെ മോചിപ്പിക്കണ ആത്മബന്ധുവായിട്ടുള്ള ഈശ്വര ഈ ലോകത്തിൻ്റെ പരിപാലനം സംഹാരം ഉത്ഭവം ഇതൊക്കെ നടത്തണ മായാമയങ്ങളായിട്ടുള്ള മൂർത്തികളും അങ്ങയുടെ തന്നെയാണ്. ആ മൂർത്തികളാൽ സൃഷ്ടിയാദിലീലകൾ നടത്തുന്നത് നിന്തിരുവടി തന്നെയാണെങ്കിലും മനുഷ്യർക്കുള്ള സംസാരബന്ധം നിശേഷം നശിപ്പിച്ച് പരമശാന്തി സ്വരൂപമായിട്ടുള്ള മോക്ഷം നൽകണതിന് സത്വപ്രധാനമായിട്ടുള്ള മൂർത്തിയാണ് പരമസമർത്ഥമായിരിക്കുന്നത്. രജസ്തമപ്രധാന മൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവും രുദ്രനും പരമശാന്തി നൽകില്ല. മാത്രമല്ല ആ മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് വ്യസനം മോഹം ഭീതി തുടങ്ങിയ വിപരീത ഫലങ്ങൾ കൂടി ഭവിക്കും. ഇത് ബ്രഹ്മാവിനെ സംബന്ധിച്ചു. പക്ഷേ ഭഗവാൻ ശിവൻ്റെ ചില സമ്പ്രദായങ്ങളുണ്ട്, സാത്വികമല്ലാത്ത മോക്ഷപ്രദമല്ലാത്ത കേട്ടോ. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഭാഗവതം പല ഭാഗത്തും. അപ്പോൾ ഈ കൗളമാർഗം അങ്ങനെ ചില വേദവിരുദ്ധമായിട്ടുള്ള ചില സമ്പ്രദായത്തിക്കിടെ ചില അസുരന്മാരൊക്കെ ഹോമിക്കില്ല, സ്വന്തം കഴുത്ത് വരെ വെട്ടി അഗ്നിയിൽ ഹോമിക്കില്ല, അതൊക്കെ വേദവിരുദ്ധമാണ് അല്ലേ. അപ്പോൾ അതുപോലെ കൗളമാർഗം ചില ഉപാസന സമ്പ്രദായങ്ങളുണ്ട് വേദവിരുദ്ധമായിട്ടുള്ള. ആ രീതിയിലുള്ള വേദവിരുദ്ധ സമ്പ്രദായത്തെയാണ് ഇവിടെ നിഷേധിക്കണ ഭാഗവതത്തിൽ. അല്ലാതെ ശ്രീപരമേശ്വരൻ സാക്ഷാൽ ജഗതീശ്വരൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണെന്നാണ് എല്ലായിടത്തും പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിപ്പോൾ മാർക്കണ്ഡേയൻ സ്തുതിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അത് ഭാഗവത തത്വത്തിൽ അത് പെടില്ല കേട്ടോ. ചില ഉപാസന പദ്ധതികളുണ്ട് ബ്രാഹ്മണർ ചെയ്യാത്ത. ബ്രാഹ്മണർന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വേദവിരുദ്ധമായിട്ടുള്ളത്. അത് ഇപ്പോൾ കൗളമാർഗമാവാം. അതുപോലെ ഭൈരവ സമ്പ്രദായമാവും. ചില സമ്പ്രദായമുണ്ട് അതിൽ ഇപ്പോൾ പെടുന്ന ഈ ഭൈരവ സമ്പ്രദായത്തിൽപ്പെട്ട ചില പല പല ഉപാസനകളുണ്ട്. അതൊക്കെ വേദവിരുദ്ധമാണ്. അവിടെ അത് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ഇത് മാർക്കണ്ഡേയൻ്റെ സ്തുതിയിൽ അദ്ദേഹം പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഭഗവാൻ ശിവൻ പരമാത്മാവെന്നാണ്, സമ്പൂർണ്ണമായിട്ടുള്ള ആത്മാവെന്നാണ് ഭാഗവത്തിൽ പറഞ്ഞേക്കണത്. അപ്പോൾ അത്തരം മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് വ്യസനം മോഹം ഭീതി തുടങ്ങിയ വിപരീത ഫലങ്ങൾ കൂടി സംഭവിക്കും. തസ്മാത്തവേഹ ഭഗവന്നധ അധതാവഗാനാം ശുക്ലാം തനും സ്വദയിതാം കുശലാ ഭജന്തീം യത്സാത്വതാ പുരുഷരൂപമുശന്തി സത്വം ലോകോ യതോ ഭയം ഉദാത്മസുഖം ന ചാന്യത്. തസ്മാത് അതുകൊണ്ട് ഭഗവാനെ ആധ അനന്തരം ഇഹ കുശലാം ഈ ലോകത്തിൽ സൽബുദ്ധിയുള്ളവർ തവ ശുക്ലാം തനും അങ്ങയുടെ സത്വമൂർത്തിയെ തവഗാനം അങ്ങയുടെ സംബന്ധികളിൽ വെച്ച് സ്വദയിതാം ശുക്ലാം തനും അങ്ങക്ക് ഏറ്റവും പ്രിയമുള്ള
ഭജിത്യ ഭജന്തി ഭജിക്കുന്നു. യത് എന്താ വെച്ചാൽ സാത്വത ഭഗവത് ഭക്തന്മാർ സത്വത്തെ പുരുഷരൂപം ഉശന്തി ഈശ്വര സ്വരൂപത്തെ വിചാരിക്കുന്നു. യഥാ യാതൊന്നീന്ന് ലോകവും അഭയം ഭയല്ലായ്മയും ആത്മസുഖം ഉദാത്മാനന്ദവും ഭവന്തി ഭവിക്കുന്നു. അന്യായത് ഇങ്ങനെയല്ല എന്ന് പറയാം. അപ്പം ഈ പറഞ്ഞ സംഗതി സദാചാരത്തെ എടുത്ത് കാണിച്ച് ഉറപ്പിക്കുകയാണ്. ഈ സത്വപ്രധാനമായിട്ടുള്ള മൂർത്തി ഉപാസിക്കുന്നതുകൊണ്ട് മാത്രമേ മോക്ഷസുഖം സിദ്ധിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിക്കൊള്ളണം, സാത്വികമായിട്ടുള്ള ശ്രീപരമേശ്വര ഉപാസന ആണ് യഥാർത്ഥ ഉപാസന. രാജസീകവും താമസികമായിട്ടുള്ള ചില ഉപാസനകളുണ്ട്. ഈ ഭൈരവ സമ്പ്രദായത്തിൽ. അപ്പോൾ അതാണ് ഇവിടെ നിഷേധിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ശിവൻ സത്വമൂർത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ സത്വപ്രധാനമായിട്ടുള്ള മൂർത്തി സാത്വിക ഉപാസനാ പദ്ധതികൾ അപ്പോൾ ആവാം. മൂർത്തി ഉപാസിക്കുന്നതുകൊണ്ട് മാത്രമേ മോക്ഷസുഖം സിദ്ധിക്കുള്ളൂ. അപ്പോൾ മോക്ഷത്തിന് വേണ്ടി ആര് ഭഗവാൻ ശിവന് ഉപാസിക്കണോ അതും കിട്ടുന്ന ഉറപ്പാണ്. അപ്പം ഇത് ഭാഗവതത്തിൽ ഭഗവാൻ വന്നപ്പോൾ ആര് മാർക്കണ്ഡേയ മഹർഷി സ്തുതിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇതൊക്കെ വന്നു. പക്ഷേ ഇനിയും ഭഗവാൻ ശ്രീ പരമേശ്വരനെയും സ്തുതിക്കും മാർക്കണ്ഡേയ മഹർഷി. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ സത്വപ്രധാനമായിട്ടുള്ള മൂർത്തി ഉപാസിക്കുന്നതുകൊണ്ട് മാത്രം. കാരണം സത്വഗുണം വർദ്ധിച്ചാലേ നമുക്ക് രജോ ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടാവുള്ളൂ. അവസാനം സത്വം തന്നെ സത്വത്തെ നശിപ്പിക്കും. അതാണ് നിർഗുണമാണ് മോക്ഷാവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് സത്വം പ്രധാനമായിട്ടുള്ള ഉപാസന പദ്ധതി മൂർത്തി ഉപാസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സത്വപ്രധാനമായിട്ട് ഭഗവാൻ ശിവനെ ഉപാസിക്കണം ഉത്തമമാണ്. മോക്ഷം ഡയറക്റ്റ് മോക്ഷമാണ്. കൃഷ്ണനെ ഉപാസിക്കുന്ന പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഭാഗവതം വായിച്ചിട്ട്. അപ്പോൾ ഈ ലോകത്തിൽ വിചാരശീലരായിട്ടുള്ള സൽബുദ്ധിവാന്മാരെ നിത്യാനിത്യ പദാർത്ഥങ്ങളെ വേർതിരിച്ചറിഞ്ഞ ശേഷം ഭഗവാനെ നിന്തിരുവിടെ സത്വപ്രധാനമായിട്ടുള്ള ശ്രീനാരായണ സ്വരൂപവും നിന്തിരുവിടെ സംബന്ധികളായ സ്വരൂപങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയവും സത്വപ്രധാനമായിട്ടുള്ള നരമൂർത്തിയും പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നു. അവർ സത്വഗുണത്തെ ഈശ്വര സ്വരൂപം നിശ്ചയിച്ചേക്കുന്നു. ആ രൂപത്തെ ഉപാസിക്കുന്നതുകൊണ്ട് വൈകുണ്ഠലോകം സിദ്ധിക്കും. ലോകപ്രാപ്തിയാണ് ഫലമെങ്കിൽ ആ ലോകം നശിക്കുമോ, അതോടുകൂടി തങ്ങൾക്ക് നാശമുണ്ടോ എന്നുള്ള ഭയത്തിന് അവകാശമില്ല. ലോകമായതുകൊണ്ട് ഭോഗാനുഭവം ഉണ്ടെങ്കിലും ആത്മാനന്ദത്തെ ആച്ഛാദനം ചെയ്യുന്ന ഭോഗമല്ല, സ്വരൂപാനന്ദ അനുഭവം തന്നെയാണ് അവിടുത്തെ ഭോഗഫലം. രജസ്തമപ്രധാനമൂർത്തികളുടെ ഭയനത്താൽ ഈ വിധം ഉത്തമ സുഖം സിദ്ധിക്കില്ല എന്ന് സാത്വതന്മാർ നിശ്ചയിച്ചേക്കുന്നു. അപ്പോൾ രാജസികവും താമസികവുമായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ ശിവനെ നിഷേധിക്കുകയല്ല. ഭഗവാൻ ശിവൻ സാക്ഷാൽ പരബ്രഹ്മമാണ്. എങ്ങനെ കൃഷ്ണൻ പരബ്രഹ്മമാണോ ആ കൃഷ്ണൻ തന്നെയാണ് ശിവനും, ശിവൻ തന്നെയാണ് കൃഷ്ണനും. തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നേ വിശ്വായ വിശ്വഗുരവേ പരദൈവതായ നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമീശ്വരായ ഭൂമ്നെ സർവവ്യാപകനും വിശ്വായ വിശ്വസ്വരൂപനും വിശ്വഗുരുവേ വിശ്വത്തിൻ്റെ ഹിതോപദേഷ്ടാവും നിഗമേശ്വരായ വേദങ്ങളുടെ പ്രവർത്തകനും സംയതഗിരി അടക്കിയ വാക്കോടുകൂടിയവനും പരദൈവതായ പരമേശ്വരനും ഹംസായ പരിശുദ്ധനും ഭഗവതേ ഷഡ്ഗുണപരിസമ്പന്നനും നാരായണായ ഋഷയെ നാരായണ ഋഷിയും നരോത്തമായ നരന്മാരിൽ വെച്ചുത്തമനും പുരുഷായ പുരുഷനായിരിക്കുന്ന തസ്മൈ നമ കൃഷ്ണ നിന്തിരുപിടിക്ക് നമസ്കാരം എന്ന് പറയാം. സർവവും എങ്ങും പരിപൂർണനും എല്ലാ സ്വരൂപവും ആയിട്ടും സർവദാ എങ്ങും എല്ലായിടത്തും പരിപൂർണനാണ് ഭഗവാൻ അല്ലേ. എല്ലായിടത്തും എന്താ ഉദ്ദേശിക്കണേ ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ സ്വരൂപത്തിലും ഭഗവാൻ ഉറുമ്പിലും ആത്മാവായിട്ടിരിക്കുന്നുണ്ട് അല്ലേ, ആനയിലും ആത്മാവായിട്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പരിപൂർണനായിട്ട് തന്നെയാണ് ഇരിക്കണതെന്നർത്ഥം. എല്ലാ സ്വരൂപത്തിലും വ്യാപിച്ചും സർവർക്കും. എല്ലാവർക്കും സംശയം ഉണ്ടാവേ, ഉറുമ്പിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, ഞാൻ പൂർണ്ണനാണോ, പൂർണ്ണനാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എല്ലായിടത്തും പരിപൂർണം തന്നെയാണെന്ന് പറയാം, ഉറപ്പ് തരാം. എല്ലാ സ്വരൂപമായിട്ടും എല്ലാ സ്വരൂപത്തിലും വ്യാപിച്ചും എല്ലാവർക്കും ഹിതോപദേശിക്കുന്ന പരമഗുരുവും വേദത്തെ പ്രവർത്തിപ്പിച്ചവനും വാക്ക് തുടങ്ങിയ സകല ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയവൃത്തികളെ അടക്കിയിരിക്കണവനും കർത്തൃത്വ ഭോക്തൃത്വ മാലിന്യാദി ദോഷങ്ങളില്ലാത്തവനും ആയതുകൊണ്ട് പരമപരിശുദ്ധനും
നാരായണൻ എന്ന് പേരായിട്ടുള്ള ഋഷിയായും നരോത്തമനായിട്ടിരിക്കുന്ന നിന്തിരുവടിക്ക് കൃഷ്ണ നമസ്കാരം എന്ന് പറയാം. വൈനവേദ വിദധാക്ഷപധൈർഭ്രമദ്ധി സന്തം സുഖേഷ്വസുഷു ഹൃദ്യവിദൃക്പഥേഷു തന്മായയാ ആവൃതമതി സ ഉവേവ സാക്ഷാൽ അദ്യസ്തവാഖില ഗുരുർ ഉപസാധ്യവേദം. വിദധാക്ഷപഥി നിഷ്ഫലങ്ങളായിട്ടുള്ള ഇന്ദ്രിയമാർഗങ്ങളിൽ കൂടി ഭ്രമിക്കുന്ന ബുദ്ധിയോടുകൂടിയ പുരുഷൻ സ്വഖേഷു തൻ്റെ ഇന്ദ്രിയങ്ങളിലും അസുഷു പ്രാണങ്ങളിലും ഹൃദയത്തിലും ദൃക്പഥേഷു നേത്രമാർഗങ്ങളിലും സന്തമ്യം വസിക്കുന്ന യാതൊരുത്തന് തന്മായ അവൻ്റെ മായാൽ ആവൃതമതി മറയ്ക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ട് നവേദ അറിയണില്ല. അദ്യസാധ്യമായിട്ടുള്ള അവൻ മാത്രം അഖില ഗുരു തവ സകല ഗുരുവായിരിക്കണം അങ്ങേന്ന് വേദം ഉപസാധ്യ വേദം പ്രാപിച്ച് സാക്ഷാത്തായിട്ട് അറിയപ്പോൾ സർവസ്വരൂപനും സർവവ്യാപിയാണെങ്കിലും ഭഗവാനെ അങ്ങേ എല്ലാവർക്കും ആർക്കും അങ്ങേപ്പറ്റി യഥാർത്ഥ സ്വരൂപം അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ തുച്ഛങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന നിഷ്ഫലങ്ങളായിട്ടുള്ള ഇന്ദ്രിയമാർഗങ്ങളിൽ കൂടി ബുദ്ധിയെ ചലിപ്പിക്കുന്നത്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഇൻ്റലിജൻറ്റ് മാത്രം നടത്തണം അല്ലേ, നല്ല തീറ്റയും മറ്റുള്ള അനവധി ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾ സുഖം വഴിയല്ലേ സുഖം ഇങ്ങനെ നിങ്ങൾ അടിച്ചു കയറ്റുന്ന മനസ്സിലേക്ക് അത്തരം സുഖങ്ങളുടെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ അടക്കണ മനുഷ്യരുടെ കാര്യം പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിപ്രവൃത്തിയെ ചലിപ്പിക്കുന്ന ജീവാത്മാവ് അവൻ്റെ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ഹൃദയത്തെയും ഇന്ദ്രിയ വിഷയങ്ങളെയും സർവത്തിനെയും പ്രവർത്തിപ്പിച്ചും പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ഭഗവാനെ നിന്തിരുവടി അറിയണില്ല. അങ്ങയുടെ മായാശക്തി അവൻ്റെ ബുദ്ധി മറക്കണേ. സാക്ഷാൽ ബ്രഹ്മദേവൻ കൂടി അങ്ങേന്ന് ഉത്ഭവിച്ച ഉടനെ അങ്ങേ അറിഞ്ഞില്ല. പരമഗുരുവായ തിരുവടി എന്ന് വേദം ലഭിച്ചപ്പോൾ ബ്രഹ്മാവ് തിരുവടിയെ സത്യസ്വരൂപനായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് വേദപ്രകാശം അങ്ങയുടെ കാരുണ്യം നിമിത്തം ഏതൊരു ഹൃദയത്തിലുണ്ടാവണോ ആ ഹൃദയത്തിൽ മാത്രമേ തിരുവടിയുടെ സ്വരൂപാനന്ദ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ദർശനം നിഗമാത്മരഃ പ്രകാശം മുഹ്യം ദിയത്ര കവയൂ അജപരായതം തം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനിഗൂഢബോധം. ആത്മരഹപ്രകാശ ആത്മാവിൻ്റെ രഹസ്യം പ്രകാശിപ്പിക്കുന്ന ദർശനം യാതൊരുത്തൻ്റെ ദർശനം നിഗമേ ഭവതി വേദത്തിൽ ഭവിക്കുന്നു. അജപര ബ്രഹ്മാവ് തുടങ്ങിയ കവികൾ യഥന്താഭിയത്നിച്ചുകൂടി എത്ര മുഹ്യന്തി യാതൊരുത്തനിൽ മോഹിക്കുന്നു. ആത്മനിഗൂഢബോധം ആത്മാവിനാൽ മറയ്ക്കപ്പെട്ട ബോധത്തോടു കൂടിയവനും സർവവാദ വിഷയ പ്രതിരൂപശീലം സർവവാദങ്ങൾക്ക് വിഷയങ്ങളായിരിക്കുന്ന വസ്തുക്കളെ അനുസരിക്കുന്ന സ്വഭാവത്തോടു കൂടിയ മഹാപുരുഷം മഹാപുരുഷനായിട്ടുള്ള അവനെ വന്ദിക്കുന്നു എന്ന് പറയും. അപ്പോൾ വേദം കൊണ്ട് മാത്രമേ ഭഗവാന്റെ സത്യസ്വരൂപം അറിയാൻ സാധിക്കുള്ളൂ എന്നുറപ്പിച്ചുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി നമസ്കരിക്കുകയാണ്. ഭഗവാൻ അങ്ങയുടെ രഹസ്യം പ്രകാശിപ്പിക്കുന്ന സ്വരൂപദർശനം വേദത്തിൽ നിന്ന് മാത്രമേ സിദ്ധിക്കുള്ളൂ. വേദാർത്ഥ നിരൂപണം കൊണ്ട് മാത്രമേ ഭഗവാനായിട്ടുള്ള നിന്തിരുവടിയുടെ സത്യസ്വരൂപം അറിയാൻ കഴിയുള്ളൂ എന്ന് സാരം. മറ്റൊരു വിധത്തിലും സാധിക്കില്ല എന്ന് പറയുക. ബ്രഹ്മാവ് മുതലായ വലിയ വലിയ കവികൾ കൂടി സാഖ്യയോഗാദി മാർഗങ്ങളിൽ കൂടി വളരെ പരിശ്രമിച്ചിട്ടും നിന്തിരുവടിയുടെ സ്വരൂപത്തെ ശരിയായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സാഖ്യയോഗാദിവാദങ്ങൾക്കുള്ള വിഷയഭേദങ്ങൾ എത്ര അധികം ഉണ്ടോ അത്രയും ഭേദങ്ങളനുസരിക്കുന്ന സ്വഭാവവും നിന്തിരുവടിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ മതഭേദങ്ങളെയെല്ലാം ദേഹാദി സംഘാതത്തെ അഭിമാനിച്ചുകൊണ്ട് അവരവരുടെ അഭിപ്രായമൊക്കെ അവനവൻ്റെ ദേഹത്തെ അഭിമാനിച്ചുകൊണ്ടല്ലേ ഉണ്ടാക്കണേ. അതുകൊണ്ട് അങ്ങയുടെ സത്യസ്വരൂപം അവരുടെ ഹൃദയത്തിൽ സ്ഫുരിക്കില്ല. ഏതൊരു മതത്തിൽ അവർ അവസാനിക്കണോ അത് തന്നെയാണ് അങ്ങയുടെ സ്വരൂപം എന്ന് കരുതി സംതൃപ്തി അടയണം. അപ്പോൾ സർവ്വപാദങ്ങളെ അനുസരിച്ച് വിളങ്ങുന്ന സ്വഭാവത്തോടു കൂടിയ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ നിന്തിരുവടി ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ദ്വാദശസ്കന്ധേ മാർക്കണ്ഡേയ തപശ്ചര്യ നിരൂപണം നാമ അഷ്ടമധ്യായ. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.